സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനവുമായി നിങ്ങളോടൊത്ത് ഒരു പ്രാവശ്യം കൂടി ആയിരിക്കാൻ എനിക്ക് അവസരം നൽകിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചനം മിനിസ്ട്രീസിൻ്റെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ പ്രധാന പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്ന ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിർത്തിയ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധം, ആ ബന്ധത്തിൽ തുടരുവാൻ ഞാൻ ഈ ക്ലാസ്സിലും ആഗ്രഹിക്കുകയാണ്. യഹൂദ സമൂഹത്തോടുള്ള ബന്ധത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർ അഭിമാനം കൊണ്ടിരുന്നു. അതിലൊന്നാമത്തേത് ആംസ് ഗിവിങ് അഥവാ കൈകൊണ്ട് ദാനധർമ്മങ്ങൾ നടത്തുന്ന പ്രക്രിയയോടുള്ള ബന്ധത്തിലുള്ള ഒരു കാര്യം. രണ്ടാമതായിട്ട് പ്രേയിങ് അഥവാ പ്രാർത്ഥന എന്നുള്ളതായ അവരുടെ വിഷയമാണ്. മൂന്നാമതായിട്ട് ഫാസ്റ്റിങ് അല്ലെങ്കിൽ ഉപവാസം എന്നുള്ളതായ നിലയിൽ അവരതിൽ അഭിമാനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആംസ് ഗിവിങ്, പ്രേയിങ് ആൻഡ് ഫാസ്റ്റിംഗ് എന്നുള്ളതായ നിലയിൽ 3 കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു സാധാരണ യഹൂദൻ അഭിമാനം കൊണ്ടിരുന്നു. നാം ലോകത്തിലെ മതങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത മറ്റൊരു സമൂഹമില്ല എന്ന് വേണം നാം കരുതുവാൻ. വളരെ കൃത്യനിഷ്ഠയോടുകൂടി ദൈവത്തെ വിളിക്കുകയും ദൈവമുഖം അന്വേഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഭക്തനായ യഹൂദൻ്റെ അവൻ്റെ ജീവിത ശൈലിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരോട് പഠിപ്പിക്കുമ്പോൾ അന്നത്തെ യഹൂദ സമൂഹത്തിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിലവിലിരുന്ന തെറ്റായ ചില ധാരണകൾ തിരുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ അരുത് എന്ന് പറഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ പരീശന്മാരും അവർ കപടഭക്തിക്കാരും കാണിക്കുന്നത് പോലെ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാണ് കർത്താവ് ഈ പ്രാർത്ഥനാ വിഷയം ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നാം നേരത്തെ ചിന്തിച്ച ദാനം കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ സാധാരണ അന്നത്തെ പരീശന്മാർ അവർ ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിൽ കാഹളം ഊതിക്കുന്നത് പോലുള്ളതായ കാര്യങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ പറയുന്നത് നാം കാണുകയുണ്ടായി. എന്നാൽ ഇവിടെ കർത്താവ് അതിനെ ശാസിച്ചിട്ട് അങ്ങനെ അരുത് എന്നുള്ളതായ നിലയിൽ പറഞ്ഞതിന് ശേഷം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും കർത്താവ് ആ രീതി തന്നെ തുടരുകയാണ്. അന്നത്തെ യഹൂദന്മാർ കാണിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പരീശന്മാർ കാണിക്കുന്നത് പോലെ, ശാസ്ത്രിമാർ കാണിക്കുന്നത് പോലെ അവരുടെ ജീവിത ശൈലി അല്ല നിങ്ങൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ തുടരേണ്ടത് എന്നാണ് കർത്താവ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നമുക്കതിനു വേണ്ടി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വായിച്ച വേദഭാഗം വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ഇവിടെ പ്രാർത്ഥനയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് കർത്താവ് ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഇങ്ങനെ ആകരുത് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞിട്ടോ കർത്താവ് ഇവിടെ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥന വളരെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കരുതിയിരുന്ന ഒരു സമൂഹമാണ് യഹൂദ സമൂഹമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, യഹൂദ സമൂഹത്തിൽ പ്രധാനമായും നിലവിലിരുന്ന 2 പ്രാർത്ഥനാ രീതികളെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അതിലൊന്നാമത്തേതെന്ന് ക്ഷേമ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അത് രാവിലെയും വൈകിട്ടുമാണ് പ്രധാനമായും അവർ പ്രാർത്ഥിച്ചിരുന്നത്. ക്ഷേമ എന്ന് പറയുന്ന പ്രാർത്ഥനാ രീതി അതിൽ വളരെ ഹ്രസ്വമായ പ്രാർത്ഥനയാണ്. അത് 2 നേരം പ്രാർത്ഥിക്കുന്നു. കുറച്ചുകൂടെ ഭക്തരായ ആളുകൾ അത് ഉച്ചയ്ക്ക് കൂടെ അത് പ്രാർത്ഥിക്കുന്നു, രാവിലെയും വൈകിട്ടും. വൈകിട്ടത്തെ സൂര്യാസ്തമയത്തിന് മുമ്പ് വൈകിട്ടത്തെ പ്രാർത്ഥന നടത്തണം. പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പ്രഭാതത്തിലെ പ്രാർത്ഥനയും കഴിക്കണം. അങ്ങനെ ക്ഷേമ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അവരുടെ പുലർത്തിയിരുന്ന ഒരു രീതി. രണ്ടാമത്തെ അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്
ഷിമോനെ എസ്രഹ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. 18 പ്രാർത്ഥനയുടെ സംഗ്രഹം, അല്ലെങ്കിൽ 18 വിധത്തിലുള്ളതായ പ്രാർത്ഥന ഒന്നിച്ച് ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഷിമോനെ എസ്രഹ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ 18 എന്നാണ്. അപ്പോൾ ഷേമ എന്ന് പറയുന്ന പ്രാർത്ഥന കേൾപ്പീൻ എന്നുള്ളതായ അർത്ഥമാണ്. ഇസ്രായേലെ കേൾക്ക എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ, അപ്പോൾ ആ നിലയിൽ കേൾക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഷേമ എന്ന് പറയുന്ന വിഷയം നിൽക്കുന്നത്. ആവർത്തന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളും 11-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളും സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ളതായ വാക്യങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഷേമ എന്ന് പറയുന്ന പ്രാർത്ഥനാ രീതി യഹൂദൻ രൂപം കൊടുത്തത്. എന്നാൽ ഷിമോനെ എസ്രഹ് എന്ന് പറയുന്ന 18 എന്നർത്ഥമുള്ളതായ പ്രാർത്ഥനാ രീതിയിൽ പിന്നീട് ഒന്നുകൂടി ആഡ് ചെയ്തത് 19 ആക്കിയെങ്കിലും പേര് മാറ്റിയില്ല. ഷിമോനെ എസ്രഹ് എന്ന് പറയുന്ന 18 എന്ന അർത്ഥത്തിൽ തന്നെ ആ പ്രാർത്ഥനാ രീതി നിൽക്കുകയാണ്. നിങ്ങളുടെ അറിവിന് വേണ്ടി നമ്മൾ ഈ വിഷയം പഠിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അതിലെ ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പ്രാർത്ഥന മാത്രം, അതിലെ 5-ാമത്തെ പ്രാർത്ഥന എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥന മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ഭക്തരായ ഒരു കൂട്ടം ആളുകളായിരുന്നു ഈ യഹൂദര് എന്നുള്ളത്. അവിടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ന്യായപ്രമാണത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. ശരിയായ അനുതാപത്തിലൂടെ ദൈവമേ ഞങ്ങളെ അങ്ങയോട് അടുപ്പിക്കണമേ. ഞങ്ങളുടെ അനുതാപം അംഗീകരിക്കുന്ന കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. അപ്പൊ ഷിമോനെ എസ്രഹ് എന്ന് പറയുന്ന 18 പ്രാർത്ഥനകൾ അടങ്ങിയിരിക്കുന്നതിലെ ഒരു പ്രാർത്ഥനയാണ്, ഒരു പ്രാർത്ഥനാ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അപ്പോൾ ഈ 18 പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ഒന്നുകൂടി ആഡ് ചെയ്ത് 19 ആക്കി. ഈ 19 പ്രാർത്ഥനയും ഒരു ദിവസത്തിൽ ഈ യഹൂദൻ ചൊല്ലിത്തീർക്കുമായിരുന്നു. അതിനെ മുഴുവനൂടെ ഒന്നിച്ച് ചൊല്ലുവാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ പ്രാർത്ഥനകളുടെയും എല്ലാ സെക്ഷൻ്റെയും ഓരോ ഭാഗം എടുത്തിട്ട് അതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു സംഗ്രഹം എന്ന നിലയിലെങ്കിലും ഈ യഹൂദൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഈ യഹൂദൻ എവിടെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് സൂചിപ്പിച്ചതാണ്. യഹൂദനോടുള്ള ബന്ധത്തിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. സാധാരണ യെരുശലേം ദേവാലയം വിട്ടുകഴിഞ്ഞാൽ സാധാരണ യഹൂദന്മാരുടെ ഗ്രാമങ്ങളിൽ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. അതിനെയാണ് പള്ളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു രീതി യഹൂദൻ പുലർത്തിയിരുന്നു. ഇത് 1-ാം നൂറ്റാണ്ടിലെ നമ്മുടെ സഭാ ചരിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ പത്രോസും യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തിയിൽ മുടന്തൻ സൗഖ്യമാകുന്നതിനുള്ള ബന്ധത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്: ഒരു ദിവസം പത്രോസും യോഹന്നാനും പ്രാർത്ഥിപ്പാനായി പള്ളിയിലേക്ക് ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയും ഈ രീതി തുടർന്നു എന്ന് വേണം നാം കരുതുവാൻ. ആലയത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു രീതിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ സമയത്ത് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ തെരുവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, കൃഷി സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിക്കാം, അവൻ്റെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നിലകളിൽ പ്രാർത്ഥിക്കാനുള്ള അനുവാദവും യഹൂദന് കൊടുത്തിരുന്നു. ഇനിയും യഹൂദൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്കെല്ലാം അവർക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രകാശം, തീയ്, മിന്നൽ, പൂർണ്ണചന്ദ്രൻ, മഴ, കൊയ്ത്ത്, കടല്, തടാകം, നദി, നല്ല വാർത്തകൾ വരുമ്പോൾ, പുതിയ ഫർണിച്ചർ ഉപയോഗിക്കുമ്പോൾ, പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പട്ടണത്തിൽ നിന്നും പോകുമ്പോൾ, പുതിയൊരു ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, വാൽനക്ഷത്രം കാണുമ്പോൾ, ഇങ്ങനെ ജീവിതത്തെ വ്യത്യസ്തങ്ങളായ നിലകളിൽ സ്വാധീനിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കുറിച്ച് ഈ യഹൂദൻ പ്രാർത്ഥന ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിലാണെന്നും ദൈവ സംസർഗത്തിൽ തുടരണമെന്നുള്ളതായ ആഗ്രഹം കൊണ്ടും ദൈവോന്മുഖമായ ഒരു ജീവിതമാണ് തങ്ങൾ നയിക്കുന്നത് എന്നുള്ള ചിന്തയിൽ എല്ലാം പ്രാർത്ഥനയോടുകൂടി കഴിക്കുന്ന ഒരു സമൂഹമായിരുന്നു ഭക്തരായ യഹൂദന്മാർ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടമായപ്പോൾ ഈ രീതിക്ക് ഒത്തിരി വ്യത്യാസം വന്നു. ആത്മാർത്ഥത, ദൈവത്തോടുള്ളതായ അല്ലെങ്കിൽ ദൈവസന്നിധിയോട് അടുത്തിയെന്ന് അനുതാപത്തോടും വിനയത്തോടും പ്രാർത്ഥിക്കുവാനുള്ളതായ ആ മനോഭാവം മാറിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് പരീക്ഷ മനോഭാവം, അല്ലെങ്കിൽ തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഭക്തന്മാരാണ് എന്നുള്ള നിലയിലുള്ളതായ ചിന്ത കയറിയിട്ട് അവരാണ് തെരുക്കോണുകളിലുമൊക്കെ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങി. അപ്പോൾ സാധാരണ യഹൂദൻ്റെ പ്രാർത്ഥനാ രീതി, ഞാനിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ഒരു വാചകത്തിൽ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്.
ഏത് പൊസിഷനിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്, കവിണ്ണു വീണ് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. എന്നാൽ സാധാരണ യഹൂദന്റെ രീതി എന്ന് പറയുന്നത് നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് യഹൂദൻ ആഗ്രഹിച്ചിരുന്നത്. യഹൂദൻ പുലർത്തിയിരുന്നത് നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ കരങ്ങൾ രണ്ടും ഇരുവശങ്ങളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ടാണ് യഹൂദൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. അപ്പോൾ കരങ്ങൾ ദൈവസന്നിധിയിൽ നീട്ടുമ്പോൾ രണ്ട് കൈപ്പത്തികളും ദൈവസന്നിധിയിൽ മലർക്കെ തുറന്നിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ എനിക്കൊന്നുമില്ല എന്നുള്ളതായ നിലയിൽ, അല്ലെങ്കിൽ ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ നിവർത്തിയ കരങ്ങളുമായി നിൽക്കുന്നതാണ് ഒരു ഭക്തനായ യഹൂദന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ചിത്രം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തങ്ങളായ നിലകളിൽ പൊസിഷൻ മാറിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലെ പ്രധാനപ്പെട്ട വിഷയം. നാം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പ്രാർത്ഥിച്ചു നമുക്ക് വിടാൻ കഴിയും. കാര്യം സാധാരണ പഠിച്ചു വച്ചിരിക്കുന്ന കുറേ വാചകങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് തോന്നും. എന്നാൽ അത് ദൈവസന്നിധിയിൽ വിലപ്പോകുന്നില്ല. എന്നാൽ അതേസമയം ആ ദൈവസന്നിധിയിൽ ഹൃദയം പങ്കിടുന്ന ഒരനുഭവത്തെയാണ് പ്രാർത്ഥന എന്നുള്ളത് കൊണ്ട് നാം ഈ ഭാഗത്ത് നാം പഠിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അതിനടുത്തതായിട്ടും അപ്പോൾ പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ പരീശന്മാരോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഇവിടെ പറയുന്നത്. തെരുക്കോണുകൾ എന്ന് പറഞ്ഞാൽ അതായത് ഞാനൊരു വലിയ ഭക്തനാണ് എന്ന് കാണിക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ഈ യഹൂദ നാട്ടിൽ തിരക്കേറിയതായ ജംഗ്ഷനുകളിൽ വളരെ ഉയർന്ന സ്റ്റെപ്പുകൾ കെട്ടിയുള്ളതായ ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പരീശന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറി നിൽക്കും. അപ്പോൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ ആളുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെ അതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ, എന്നാൽ ജനപ്രവാഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ളതായ സമയത്ത് ഭക്തനായ ഈ പരീശൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കപടഭക്തനായ പരീശൻ, ഈ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രാർത്ഥനയിടയ്ക്ക് വേണ്ടി അവൻ കരങ്ങളുമൊക്കെ നീട്ടി ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന രൂപം, ഇത് വളരെ മനോഹരമായ ചിത്രമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ഈ വഴിയൂടെ പാസ് ചെയ്ത് പോകുന്നവരൊക്കെ കാണുമ്പോൾ ഇന്നിടത്തെ ഇന്നയാള് എന്തൊരു ഭക്തനാണ്, എന്നും ഈ അച്ചായൻ പ്രാർത്ഥിക്കുന്നല്ലോ എന്നുള്ള നിലയിൽ ഈ അച്ചായന്റെ പ്രാർത്ഥന ഗംഭീരമാണെന്ന് ദേശത്ത് മൊത്തത്തിൽ ഇയാളൊരു വലിയ പ്രാർത്ഥനാക്കാരനാണ് എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന പോകുന്നില്ല, മനുഷ്യർക്ക് കാണണം എന്നുള്ളതല്ലാതെ ഈ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് കർത്താവ് ഇവിടെ പറയുന്നത് ഇവിടെ കർത്താവ് പറയുന്ന മറ്റൊരു വിഷയം ജൽപ്പനം ചെയ്യരുത് എന്നുള്ളതാണ്. അവിടെ നാം കാണുന്നത് പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം എന്നുള്ളത് കൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ജൽപ്പനം എന്ന വാക്കിന്റെ അർത്ഥം ആവർത്തിച്ച് ഒരേ കാര്യം പറയുക എന്നുള്ളതാണ്. ഇത് ജാതികൾ ചെയ്യുന്ന ഒരു കാര്യം എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, നമ്മളുടെ നാടിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഈ പുണ്യക്ഷേത്രങ്ങളിലേക്ക്, പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ ഭക്തരായ ആളുകൾ പോകുമ്പോൾ അവര് ശ്ലോകനായിട്ട് ചൊല്ലുന്ന കാര്യം സെയിമാണ്. വീണ്ടും വീണ്ടും അത് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ സ്വാമിയെ എന്ന് പറഞ്ഞിട്ട് സ്വാമി ശരണം വിളിക്കുന്ന ആ രീതി, ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പറയുന്നത് സെയിം വാചകങ്ങൾ വീണ്ടും വീണ്ടും ഉരുവിടുകയാണ്. ഇത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ നാം കാണുമ്പോൾ ബാലിന്റെ ദൈവമാണോ ദൈവം, അഥവാ ഇസ്രായേലിന്റെ ദൈവമാണോ ദൈവം, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ ആ യാഗം ദഹിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഉള്ള യാഗപീഠം പണിതിട്ട് യാഗം ദഹിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചലഞ്ച് ചെയ്തിട്ട് ഏലിയാവ് ഇരിക്കുമ്പോൾ അവിടെ ആ തീ ഇറക്കുന്നതിന് വേണ്ടി ബാലിന്റെ ആളുകൾ ബാലേ ഉത്തരമരളണമേ എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ ആ യാഗപീഠത്തിന് ചുറ്റും വലം വെച്ചതായിട്ട് നമുക്കറിയാൻ കഴിയും. അത് ജൽപ്പനമാണ്. വേറെ ഉദാഹരണമുണ്ട്, പക്ഷേ ഒന്നുകൊണ്ട് ഞാൻ അവിടെ വിടുകയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളിൽ പൗലൂസും മറ്റും പ്രസംഗിക്കുന്ന സ്ഥലത്ത് എഫേസോസിൽ അവർ എത്തുന്നതായ സമയത്ത് അർത്തമിസ് ദേവി എന്ന് പറയുന്ന ദേവിക്ക് വലിയ സ്വാധീനമുള്ള പട്ടണമാണ് എഫേസോസ് പട്ടണം. ഡയാന,
അപ്പോൾ ആ എഫേസോസിലെ ആ ദേവതയുടെ സ്വാധീനം വളരെ വലുതായിരുന്നതുകൊണ്ട് അർത്തേമിസ് ദേവിക്ക് വേണ്ടി ആളുകൾ ആ ദേവിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ പൗലൂസിനെയും കൂടെയുള്ളവരെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും, വീണ്ടും വീണ്ടും അർത്തേമിസ് ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സ്ലോഗൻ പോലെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ഇത് ജൽപ്പനമാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ജൽപ്പനമാകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം എഴുതി എന്തെങ്കിലും വെച്ചിട്ടോ അത് വീണ്ടും വീണ്ടും അത് തന്നെ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ജൽപ്പനമാണ്. കാരണം ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. എന്നാൽ പൗലൂസിന്റെ ജീവിതത്തിൽ നാം നോക്കിയാൽ പൗലൂസിന്റെ ജഡത്തിലുള്ളതായ ശൂലം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. പൊതുവെ വിചാരിക്കുന്നത് തൻ്റെ കാഴ്ചയോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ് എന്ന് വിചാരിക്കുന്നതാണ് പൊതുവെ വേദശാസ്ത്രികൾ. എനിവേ, പൗലൂസിന്റെ ജീവിതത്തിലെ ജഡത്തിലെ ശൂലം മാറണതിന് വേണ്ടി പൗലൂസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കൊരിന്ത്യർ ലേഖനത്തിൽ അത് കാണുവാൻ കഴിയും. 3 പ്രാവശ്യം അപേക്ഷിച്ചു എന്ന് പൗലൂസ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ 3 പ്രാവശ്യം അപേക്ഷിച്ചപ്പോൾ പൗലൂസിന് മറുപടി കിട്ടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതിനുശേഷം പൗലൂസ് ആ വിഷയം പ്രാർത്ഥിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞും വീണ്ടും അതല്ല ആഗ്രഹിച്ച മറുപടി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അതേ വിഷയത്തിൽ തുടരുന്നതോ ജൽപ്പനം എന്നുള്ളതായ നിലയിൽ വരുന്നതാണ്. എന്നാൽ ഞാൻ അതിനെ അല്പം കൂടെ ക്ലിയർ ചെയ്തു തരാം. കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടാകാവുന്ന വേറെ 1-2 ഭാഗങ്ങളുണ്ട്. മറ്റൊരു ഉദാഹരണം, കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞപ്പോൾ, ഒരു രാത്രിയിൽ ഒരു സ്നേഹിതന്റെ വീട്ടിൽ വേറൊരു സ്നേഹിതൻ വരുന്നു. അവൻ വിദൂരത്തുനിന്ന് വരികയാണ്, വളരെ ദൂരയാത്ര ചെയ്ത് വരികയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ വന്നു കയറിയതായ വീട്ടിൽ ആ വന്ന അതിഥി ആയി വന്ന സ്നേഹിതൻ വിശന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ വന്നു കയറിയ സ്നേഹിതന്റെ വീട്ടിൽ അവന് കൊടുക്കാനായിട്ട് ആഹാരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ ഈ രാത്രിയിൽ ആഹാരം കൊടുക്കാതെ ഇടാൻ ഈ വീട്ടുകാരന് മനസ്സില്ല. അതുകൊണ്ട് ആ വീട്ടുകാരൻ അവിടെ നിന്ന് ഇറങ്ങി അവന്റെ വേറൊരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ വാതിൽ അടച്ചു കിടക്കുകയാണ്. ആ വീട്ടുകാരൻ കിടന്നു. വീട്ടിനകത്ത് വെട്ടമൊന്നുമില്ല. വീട്ടുകാരൻ കിടന്നു. വീട്ടുകാരൻ കിടന്നപ്പോൾ ഈ മനുഷ്യൻ ചെന്ന് ഡോറിൽ നോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അകത്തു നിന്ന് ഈ മനുഷ്യൻ പറഞ്ഞു, അതായത് ഈ അപ്പം ഉണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ അപ്പം ഉള്ള വീട്ടിന്റെ ഓണർ, അല്ലെങ്കിൽ ആ വീട്ടിലെ സ്നേഹിതൻ, അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ കിടന്നു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കുന്നു, ഇപ്പോൾ എഴുന്നേറ്റ് തരാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. അപ്പോൾ അപ്പമില്ലെന്ന മനുഷ്യൻ പറഞ്ഞില്ല, അപ്പം അകത്തുണ്ട്, പക്ഷെ കൊടുക്കാൻ മനസ്സില്ലെന്നുള്ളതാണ്. കാര്യം കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ഇയാൾക്ക് മനസ്സില്ല. കുഞ്ഞുങ്ങളെ താൻ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണരും, അതൊരു പ്രശ്നമാകും. ഇതെല്ലാം കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഇപ്പം എഴുന്നേക്കാനായിട്ട് അസൗകര്യമുണ്ടോ, അതുകൊണ്ട് ഇപ്പം എഴുന്നേറ്റ് വന്ന് നിനക്ക് അപ്പം തരാൻ പറ്റത്തില്ല. പക്ഷേ ഈ വാതിക്കൽ നിൽക്കുന്ന മനുഷ്യൻ പോകുന്നില്ല. കാര്യം അവനറിയാം അകത്ത് അപ്പം ഉണ്ടെന്നറിയാം. വീണ്ടും വീണ്ടും ഇവൻ ഈ വാതിൽക്ക് മുട്ടുന്നുണ്ട്. അവസാനം ഈ വീട്ടുകാരൻ ഇവൻ കൂടെ മുട്ടിയത് കൊണ്ട് വീട്ടുകാരൻ എഴുന്നേറ്റ് അവൻ അപ്പം കൊടുത്ത് അവനെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞ ഉപമ. ഇത് കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ജൽപ്പനം ചെയ്യരുതെന്ന് പറഞ്ഞ കർത്താവ് ആവർത്തിച്ച് ഒരുത്തൻ്റെ വീടിൻ്റെ അവിടെ ചെന്ന് മുട്ടിയിട്ട് അവന് ശല്യം ചെയ്ത് അവനെ വീണ്ടും വീണ്ടും അവൻ്റെ വാതിൽ ഡോറിൽ നോക്ക് ചെയ്ത് അവനിൽ നിന്നും സാധനം വാങ്ങുന്നതിനെ പ്രശംസിച്ചും കർത്താവ് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? രണ്ടാമത്തേതെന്ന് പറയുന്നത് അവൻ്റെ ആവശ്യബോധത്തെ കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവൻ ജൽപ്പനം ചെയ്യുകയല്ല, അവനൊരാവശ്യക്കാരനാണ്. അവൻ്റെ സ്നേഹിതന് വേണ്ടിയാണ് അവനത് ചോദിക്കുന്നത്. എനിക്കിത് കിട്ടിയേ തീരൂ, കാരണം എൻ്റെ സ്നേഹിതനല്ലെങ്കിൽ രാത്രി മുഴുവൻ പട്ടിണി കിടക്കേണ്ട അനുഭവമാണ്. ഈ വീട്ടിൽ അപ്പം ഉണ്ട് താൻ, അതുകൊണ്ട് എനിക്കത് കിട്ടിയേ തീരൂ എന്നുള്ള നിലയിൽ ദൈവസന്നിധിയിൽ ആവശ്യബോധത്തോടുകൂടി ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നതിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഇനിയും ആവർത്തിച്ച് ദൈവസന്നിധിയിൽ കാര്യങ്ങൾ പറയുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥന നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തും മത്തായിയുടെ കഷ്ടാനുഭവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് പറയുന്ന ഈ സുവിശേഷങ്ങളുടെ അവസാന ഭാഗങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഗെത്സമനയിൽ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞുള്ള ആ പ്രാർത്ഥന 3 പ്രാവശ്യം കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആവർത്തിക്കുന്നത് ജൽപ്പനമാണെങ്കിൽ കർത്താവ് ആവർത്തിച്ചില്ലേ? അപ്പോൾ ഓർക്കണം, ദൈവസന്നിധിയിൽ
നമ്മുടെ ആവശ്യം വെക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഹൃദയം കൂടെ അതിൻ്റെ കൂടെ പകരുക എന്നുള്ളതാണ് വിഷയം. ഹൃദയം അതിനകത്ത് പകരാതെ, അല്ലെങ്കിൽ ഹൃദയം അറിയാതെ നമ്മളുടെ അകത്തു നിന്നും ഇങ്ങനെ ഈ കാര്യം പിന്നെയും പിന്നെയും പോകുന്നു. നമ്മുടെ ഹൃദയം ഈ പറയുന്നതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. ഹൃദയത്തിൽ മറ്റു പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലമേ മറ്റു ചില സ്ഥലങ്ങളിലാണ്. അപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഈ ഭാഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിനെയാണ് കർത്താവ് ജൽപ്പനം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിൽ ദൈവിക വിഷയങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുമ്പോഴും പ്രാർത്ഥന ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് അധരങ്ങളിൽ നിന്നും പ്രാർത്ഥന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാതെ പഠിച്ച പ്രാർത്ഥന, അല്ലെങ്കിൽ എഴുതി വെച്ച പ്രാർത്ഥന, അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1-2 വർഷം മുമ്പാണ് നോർത്ത് ഇന്ത്യയിൽ ഒരു സുവിശേഷ യാത്രയോടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നുപോയപ്പോൾ ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോകുകയുണ്ടായി. ഡെറാഡോൺ എന്ന് പറയുന്ന ആ മനോഹരമായ സ്ഥലത്ത് അവിടെ ഒരു ബുദ്ധ ക്ഷേത്രം ഞാൻ സന്ദർശിക്കുകയുണ്ടായി. ഈ പ്രാർത്ഥന ജൽപ്പനം എന്ന് പറയുന്നതിലെ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആവർത്തനം എന്ന് പറയുന്നതിലെ മതങ്ങളെ നാം പഠിച്ചാൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബുദ്ധമതമാണെന്നാണ് എൻ്റെ ചിന്ത. കാര്യം ദൈവ സന്നിധിയിലേക്ക്, അല്ലെങ്കിൽ ഈശ്വര സന്നിധിയിലേക്ക് പ്രാർത്ഥന ഏറ്റവും കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ബുദ്ധമതത്തിൻ്റെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഒരു പ്രെയർ വീൽ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ചക്രം എന്ന് പറയുന്നവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധക്ഷേത്രത്തിൽ ഒരു 100 കണക്കിന് ഈ വീലുകൾ, പ്രാർത്ഥനാ വീലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വീല് ഒരു 4-5 എണ്ണവും ആ കോമ്പൗണ്ടിലുണ്ട്. അത് കറക്കാൻ കുറച്ചുകൂടെ വലിയ ആരോഗ്യമുള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്നാൽ ഈ ചെറിയ പ്രെയർ വീലുകളെല്ലാം അതിലിങ്ങനെ പാലി ലിപിയിൽ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വിരൽ കൊണ്ടൊന്ന് തൊട്ടാൽ മതി, അപ്പോഴത്തേനും അത് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. ഇങ്ങനെ ഓരോ വിരലുകൊണ്ട് വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടിരുന്നാൽ ഇതിങ്ങനെ വളരെ സ്പീഡിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് കുറേ നേരം കറക്കിക്കഴിഞ്ഞാൽ ഇത് 1000 പ്രാവശ്യം ഈ വീൽ കറങ്ങും. വളരെ വേഗമാണ് ഈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളതായ രീതി. കാര്യം നമ്മളവിടെ നിന്ന് ഇങ്ങനെ വീൽ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം, ഐഫോണിലൂടെ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കാം, മറ്റ് പല കാര്യങ്ങളും വേണം ചെയ്തുകൊണ്ട്, ഹെഡ്സെറ്റൊക്കെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ വിരൽത്തുമ്പ് ഉപയോഗിച്ച് ഈ വീൽ ഇങ്ങനെ കറക്കി വിടാൻ പറ്റും. ഇത് ജൽപ്പനമാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുമായി ഇയാൾക്ക് ഒരു ബന്ധവും ഇല്ല. കാര്യം ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്താവിൻ്റെ കാലഘട്ടത്തിലെ ഈ പരീശന്മാരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? തിരുക്കോണുകളിലൊക്കെ നിൽക്കുന്നു, കൈയൊക്കെ സ്ട്രെച്ച് ചെയ്ത് ഭയങ്കരമായ നിലയിൽ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഹൃദയവും ദൈവവുമായി പകരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആകരുത്, ഈ കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ, പരീശൻ ചെയ്യുന്നത് പോലെ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അതിൻ്റെ മാതൃക അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഈ തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞല്ലോ, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനു വേണ്ടി ആണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, 4 വിഭാഗത്തിലുള്ള ആളുകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെന്നാണ്. 4 വിഭാഗത്തിലുള്ള ആളുകൾ എന്നാ പറഞ്ഞാൽ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല എന്നവർ അവരുടെ സങ്കല്പമാണ്. ഈ 4 വിഭാഗക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് പരിഹാസികൾ എന്ന് പറയുന്നവരാണ്. ആളുകളെ പരിഹസിക്കുന്നവർ. പരിഹാസികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഇതൊക്കെ സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദുഷ്ടന്മാരുടെ ആലോചന പറഞ്ഞ് നടക്കാതെയും പരിഹാസികൾ ഇരിപ്പടത്ത് ഇരിക്കാതെയും എന്നൊക്കെ പറയുന്നിടത്ത് ഈ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചാണ് പരിഹാസിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. രണ്ടാമതായിട്ട് കപടഭക്തിക്കാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. മൂന്നാമതായിട്ട് കള്ളം പറയുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നാലാമതായിട്ട് പരദൂഷണം പറയുന്നവൻ്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നില്ല. അപ്പോൾ പരിഹാസികൾ, കപടഭക്തിക്കാരോ, കള്ളം പറയുന്നവർ, അതുപോലെ പരദൂഷണം പറയുന്നവർ, ഈ 4 വിഭാഗക്കാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന് യഹൂദന്മാർ ധരിച്ചു വെച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് കപടഭക്തിക്കാരൻ്റെ പ്രാർത്ഥന അങ്ങ് ചെല്ലുകയില്ലെന്നറിയാം. എന്നാൽ അവർ കപടഭക്തന്മാരാണെന്ന് അവർ സമ്മതിക്കുന്നുമില്ല. എന്നാൽ കർത്താവ് അവരെ നോക്കി വെച്ച് പറഞ്ഞു, ഇവർ കപടഭക്തിക്കാരാണ്. കാര്യം ഇവരുടെ മനുഷ്യർക്ക് കാണേണ്ടതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണിത്. ദൈവസന്നിധിയിൽ ഇവരുടെ പ്രാർത്ഥന വിലപ്പോകുന്നില്ല. ദൈവസന്നിധിയിൽ ഇവരുടെ ഹൃദയം നേരുള്ളതല്ല എന്നുള്ള നിലയിലാണ് കർത്താവ് ഇവരെക്കുറിച്ച് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള അടുത്തായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത് നാം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് മാത്രമാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുന്നതാണ്. അത് നമ്മൾ ഓർക്കണം. ദൈവകരങ്ങളെ ചലിപ്പിക്കുന്നതാണ്. നമ്മളുടെ ആവശ്യമാണ് നാം ദൈവത്തോട് വയ്ക്കുന്നത്, ദൈവസന്നിധിയിൽ വയ്ക്കുന്നത്.
നമ്മുടെ ആവശ്യത്തിനു വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കണം. അതാണ് നാം പ്രാർത്ഥനയോട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, ദൈവത്തിൻ്റെ ഹിതം തന്നെ നടക്കാവൂ. അത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ ഹിതത്തെ ബെൻഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ ദൈവഹിതത്തെ വളയ്ക്കുവാൻ, ദൈവം ആഗ്രഹിക്കാത്ത കാര്യം ദൈവത്തെങ്കിൽ നിന്നും പിടിച്ചു വാങ്ങുവാൻ നാം ശ്രമിക്കരുത്. കാര്യം നമുക്ക് നല്ലത് എന്ത് എന്ന് ദൈവം അറിയുന്നു. അത് ചോദിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ദോഷം വരുന്ന ഒരു കാര്യമാണെങ്കിൽ ആ വിഷയം നമ്മുടെ നോട്ടത്തിൽ നല്ലതായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിൽ അത് നമുക്ക് ദോഷമുളവാക്കുന്നതാണെങ്കിൽ ആ വിഷയം നാം മസല് പിടിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപവാസമൊക്കെ എടുത്ത് അങ്ങനെ നാം പ്രാർത്ഥിച്ചു നേടിയാൽ, ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു കാര്യം നാം ദൈവത്തിങ്കിൽ നിന്നും പ്രാർത്ഥിച്ചു നേടി എങ്കിൽ അത് നമുക്ക് ഒരു കണിയായി ഭവിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് നല്ലത് എന്ത് എന്ന് ദൈവം അറിയുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് നാം പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മോട് അനുകമ്പയുള്ള ഒരു ദൈവമാണ് എന്നുള്ളത് നാം ഓർക്കണം. കാരണം നമ്മുടെ ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവം ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. അവനോട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവനോട് നിലവിളിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ കാതുകൾ സദാ ജാഗരൂകമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുവാൻ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ നിലവിളി കേൾക്കുവാൻ ദൈവത്തിൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ദൈവമക്കളെ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് നാം പറയുമ്പോൾ നാം പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തന്നത് ദൈവവചനത്തിലുണ്ട്. കാരണം 3.5 വർഷത്തെ കഷ്ടിച്ച് 3.5 വർഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയെന്ന് നാം പറയുന്നത്. നിങ്ങൾ 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങളിലൂടെ നിങ്ങൾ വായിച്ചു നീങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്രയോ പ്രാവശ്യം കർത്താവ് പ്രാർത്ഥിച്ചു എന്നുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് അവരിൽ നിന്നും വേറിട്ട് വാങ്ങി പ്രാർത്ഥിച്ചു. ചില സ്ഥലങ്ങളിൽ ശിഷ്യന്മാരുമായി പോയി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരെയും കൊണ്ട് പോയിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെയും കൊണ്ട് പോയിട്ട് അവരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് വീണ്ടും കർത്താവ് അല്പം കൂടെ മുമ്പോട്ട് പോയി പ്രാർത്ഥിച്ചു. എന്നാൽ ഈ കർത്താവ് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് നീ പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിച്ചതായിട്ട്. കാരണം അറയിൽ കടന്ന് പ്രാർത്ഥിക്കത്തക്കോണം അറയും ഉൾമുറിയും ഒന്നും ഉള്ള വീടൊന്നും ആയിരുന്നില്ല കർത്താവിൻ്റെ ഭൂമിയിലെ പാർപ്പിടം. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ പ്രാർത്ഥന നാം കാണുന്നത് മിക്കവാറും വിജനമായ സ്ഥലത്തേക്ക് കർത്താവ് പോകുന്നു. വേറിട്ട്, പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കർത്താവ് പോകുന്നു. രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കർത്താവ് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റർബൻസ് ഇല്ലാതെ, മറ്റാരും കാണാതെ നാം പ്രാർത്ഥിക്കുന്ന വേറെ ആരും കാണേണ്ട കാര്യമില്ല. കാരണം മറ്റാരെയും കാണിക്കാനല്ലല്ലോ നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മറ്റാരും കാണാതെ ഒരു സ്ഥലത്തോ, അത് തുറസായ സ്ഥലത്തായാലും കുഴപ്പമില്ല, ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു വയലിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഉദ്യാനത്തിലായാലും കുഴപ്പമില്ല, വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്ന് മറ്റാരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ, മറ്റാരും കാണാതെ ദൈവം കാണുന്നു എന്നുള്ള ചിന്തയോടുകൂടി ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഷ ഒരു വിഷയമല്ല, നമ്മുടെ ഗ്രാമർ ഒരു വിഷയമല്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ് ദൈവസന്നിധിയിൽ നാം പകരുന്നത്. എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ അരികിൽ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നു. നമ്മുടെ യാചനകൾക്ക് അവൻ്റെ കാതുകൾ തുറന്നിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ശക്തനായ ഒരു ദൈവം ജീവിക്കുന്നു. ദൈവകൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.